ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആധുനിക കാലത്ത് പാണ്ഡിത്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, സോഷ്യൽ മീഡിയ തുറന്നാൽ ശരിക്കും അറിവിന്റെ ഒരു പ്രളയം തന്നെയല്ലേ? ആർക്കും എന്തും പറയാം, അല്ലേ? അപ്പോ ഈയൊരു ബഹളത്തിനിടയിൽ ഒരു യഥാർത്ഥ പണ്ഡിതന്റെ റോൾ എന്തായിരിക്കണം? അതിൽ നിന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പാണ്ഡിത്യമെന്ന് പറയുന്നത് പുറമേ കാണുന്ന വേഷത്തിലല്ല, ഉള്ളിലെ വിവേകത്തിലാണ്. അതായത് ഒരാളുടെ പുറമോടി കണ്ടല്ല നമ്മൾ വിജ്ഞാനത്തെ അളക്കേണ്ടത്. ഇനി രണ്ടാമത്തേത്, നമ്മുടെ ഈ സൈബർ ലോകത്തെക്കുറിച്ചാണ്. പലപ്പോഴും ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടിയുള്ളൊരു ഓട്ടമല്ലേ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷ്യം പ്രശസ്തിയല്ല, സത്യസന്ധതയായിരിക്കണം. നമ്മൾ നടത്തുന്ന ചർച്ചകൾ അത് വിദ്വേഷം പടർത്താനല്ല, വിജ്ഞാനം പങ്കുവയ്ക്കാനാകണം. അവസാനമായി, ഒരു പണ്ഡിതന്റെ റോൾ അത് ഭിന്നിപ്പിക്കാനല്ല, മറിച്ച് ഒന്നിപ്പിക്കാനാണ്. അതായത് സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ തീയിൽ എണ്ണയൊഴിക്കുന്ന ആളാവരുതൊരു പണ്ഡിതൻ, പകരം ആ തീ കെടുത്തുന്ന ആളാകണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ ആധുനിക ലോകത്ത് ഒരു പണ്ഡിതൻ വെറുമൊരു ശബ്ദകോലാഹലമായി മാറാതെ വിവേകത്തോടെ സമൂഹത്തിന് വഴികാട്ടുന്ന ആളാവണം.